ഹായ് ഓൾ, കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ലെറ്റ്സ് ബിഗിൻ. അപ്പം ബിസിനസ് ആക്ടിവിറ്റി ഒരു എക്കണോമിയുടെ ബാക്ക് ബോൺ ആണ്. അപ്പം അത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻഡസ്ട്രി, രണ്ടാമത് കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കൺസ്യൂമറുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രി ക്രിയേറ്റ്സ് ഗുഡ്സ്, കൊമേഴ്സ് എന്താ ചെയ്യുന്നത്? കൊമേഴ്സ് ഡെലിവേഴ്സ് ഗുഡ്സ്. ഇത് രണ്ടും എക്കണോമിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. നമുക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രി എന്നാൽ റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് അവരൊരു യൂസ്ഫുൾ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽസിനെ അവർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഉദാഹരണം, അവർ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോട്ടൺ ശേഖരിച്ചിട്ട് അവർ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അത് വെച്ച് നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നു. ഷുഗർ കീൻ അവർ കളക്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് എന്താണ് ഷുഗർ ഉണ്ടാക്കുന്നു, എക്സെട്ര. അപ്പോൾ ഇൻഡസ്ട്രി പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സും ഒന്ന് കൺസ്യൂമർ ഗുഡ്സും. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കത് വാങ്ങിച്ച് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ, നമുക്ക് ഫർണിച്ചർ, നമ്മുടെ ക്ലോത്ത്സ്, ഇതൊക്കെയാണ്. അതായത് നമുക്ക് വാങ്ങിച്ച ഉടനെ നമുക്കത് യൂസ് ചെയ്യാം, ഫർദർ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ്, അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് വേറൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അതായത് മെഷീനറീസ് ആവാം, ടൂൾസ്, ഇതൊക്കെ. അപ്പം പ്രധാനപ്പെട്ട കീ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമുക്ക് നോക്കാം. അതായത് അവിടെ എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ അവർ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, ലേബേഴ്സ്, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് സ്മോൾ സ്കെയിലും ആവാം, അത് ലാർജ് സ്കെയിലും ആവാം, പിന്നെ അവർ മാനുഫാക്ചർ ബേസും ആവാം, അവർക്ക് അത് സർവീസ് ബേസ്ഡും ആവാം ഒരു ഇൻഡസ്ട്രി. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി നോക്കാം. ഇൻഡസ്ട്രി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈമറി ഇൻഡസ്ട്രി, രണ്ടാമത് സെക്കൻഡറി ഇൻഡസ്ട്രി, പിന്നെ ടെറിട്ടറി ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സിൽ നിന്നും റോ മെറ്റീരിയൽ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന റോ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്തു അവർ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെറിട്ടറി ഇൻഡസ്ട്രി എന്താണ് ഈ ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലെ ഒരു സപ്പോർട്ടിങ് സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ എന്നിവ. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പം നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് പറയുന്നത്. ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രി. ഇതിൽ ആദ്യം നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം പ്രൈമറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അവർ നാച്ചുറൽ റിസോഴ്സിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസിനെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഈ ആക്ടിവിറ്റിയാണ് ആര് ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി ചെയ്യുന്നത്. അത് പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം നമുക്ക്. എക്സ്ട്രാക്റ്റീവും ഉണ്ട്, ജനറ്റിക്കും ഉണ്ട്. അതായത് എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർ നേച്ചറിൽ നിന്നും അല്ലെങ്കിൽ നേച്ചുറൽ റിസോഴ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്തിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു? റോ മെറ്റീരിയൽസ്. ഒരു കമ്പനിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അവർ നേച്ചറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. അതാണ് എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ മൈനിങ്, ഫിഷിംഗ്, ഫോറസ്ട്രി അല്ലേ. ഇപ്പോൾ മൈനിങ് ചെയ്ത് അതിലുള്ള കോള്, അയൺ ഓർ, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ അവർ എന്ത് ചെയ്തു? മൈനിങ് വഴി അത് എടുക്കുന്നു അല്ലേ. അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അടുത്ത ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നു. അപ്പോൾ അതെന്താണ്? അവർ നേച്ചറിൽ നിന്ന് റോ മെറ്റീരിയലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രൈമറി ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. നെക്സ്റ്റ് ജനറ്റിക് ഇൻഡസ്ട്രി. ഈ ജനറ്റിക് ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവർ ബ്രീഡ് ചെയ്യുവാണ്. അതായത് ബ്രീഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ്സിനെ സയൻറ്റിഫിക് ആയിട്ട് അവർ അത് ഗ്രോ ചെയ്തെടുക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റിയാണ്. അതായത് പ്ലാന്റ്സും അനിമൽസും സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചു ബ്രീഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആര് ചെയ്യുന്നത്? ജനറ്റിക് ഇൻഡസ്ട്രി ചെയ്യുന്നത്. എക്സാമ്പിൾ പൗൾട്രി ഫാമിംഗ്, കാറ്റിൽ ബ്രീഡിംഗ്, പ്ലാന്റ് നഴ്സറീസ്, ഇവയൊക്കെയാണ് ചെയ്യുന്നത്. പ്രൈമറി ഇൻഡസ്ട്രിയാണ് നമ്മുടെ പല ഇൻഡസ്ട്രികൾക്കും റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി സെക്കൻഡറി ഇൻഡസ്ട്രിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്ന റോ മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു.
അപ്പോൾ ഇതും രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയും. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ അവരെന്താണ് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു. പക്ഷെ അവിടെ അത് വേണമെങ്കിൽ അവർ കൺസ്യൂമർ ഗുഡ്സും ആവാം, ക്യാപിറ്റൽ ഗുഡ്സും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തേതിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രി. കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രിയിൽ അവർ റോഡ്സ്, ബ്രിഡ്ജ്, ഡാം, ബിൽഡിംഗ് എന്നിവയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രീസ് ഇമ്മൂവബിൾ സ്ട്രക്ചേഴ്സ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയുടെ തേർഡ് കാറ്റഗറി ആയ ടെറിട്ടറി ഇൻഡസ്ട്രിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടെറിട്ടറി ഇൻഡസ്ട്രി ഗുഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അവർ മറ്റു ഇൻഡസ്ട്രിക്ക് വേണ്ടി സപ്പോർട്ടാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, റോ മെറ്റീരിയൽസ് മൂവ്മെൻറ്റും ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമറിൽ എത്തിക്കാനും അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് അവർ കൊടുക്കുന്നത്. അടുത്തത് ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സർവീസസ് അവരെന്താണ് ഫിനാൻഷ്യൽ സർവീസസ് നൽകുന്നു, ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നു. ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് ഇൻഡസ്ട്രിക്ക് നൽകുന്നത്. ഇൻഷുറൻസ് നമ്മുടെ ഒരു ബിസിനസ് ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ, നമ്മുടെ ഗുഡ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ അല്ലേ. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയും ഈ ടെറിട്ടറി ഇൻഡസ്ട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ടൈപ്സ് നമ്മളുടെ ഒരു സമ്മറിയാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൈമറി ഇൻഡസ്ട്രി, അവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു എക്സ്ട്രാക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവർ റോ മെറ്റീരിയൽസ് അവർ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ സപ്ലൈ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയും പ്രൈമറി ഇൻഡസ്ട്രിക്കാണ്. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, മറ്റത് ജനറ്റിക് ഇൻഡസ്ട്രിയാണ്. പ്രൈമറി ഇൻഡസ്ട്രിയിൽ 2 ടൈപ്സ്. നെക്സ്റ്റ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇവർ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രി കിട്ടുന്ന റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അതും 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് കൺസ്ട്രക്റ്റീവും ഇൻഡസ്ട്രിയും ഉണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും ഉണ്ട്. ലാസ്റ്റ് ടെറിട്ടറി ഇൻഡസ്ട്രി എന്താണ്, ഒരു പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ആവശ്യമുള്ള ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്. അപ്പോൾ ഈ 3 ഇൻഡസ്ട്രിയിലും എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് മറ്റുള്ള ഇൻഡസ്ട്രികളെയും ബാധിക്കും. അപ്പോൾ നമുക്ക് കൊമേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കൊമേഴ്സ് എന്നാൽ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ അവർ നമ്മളെ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ കൊമേഴ്സ് പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എക്സ്ചേഞ്ച് പ്രോസസ്സ് ഈസിയായി ചെയ്യാൻ അവർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ കൊമേഴ്സ് ഒരുപാട് നമുക്കുണ്ടാവുന്ന, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് കൺസ്യൂമേഴ്സിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കൊമേഴ്സ് സഹായിക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ലേ, ഒരു കൺസ്യൂമർ നമുക്കും പ്രൊഡ്യൂസറും തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കൺസ്യൂമറിന് ആ പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നൽകുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്നുള്ള ബയാസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ടൈം ഫ്രെയിം, ഇപ്പം ചില ടൈമിൽ സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, നമുക്ക് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിലേ ഇല്ലാതെ നമുക്ക് സാധനങ്ങൾക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ വെയർ ഹൗസിങ് ഒരു കൊമേഴ്സിലെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. പിന്നെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഇൻഫോർമേഷൻ, നമുക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാനും അത് എവിടെ അവൈലബിൾ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ ബാങ്കിങ് സർവീസ് വഴി നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് ഉള്ള സപ്പോർട്ടൊക്കെ ലഭിക്കും. അപ്പോൾ ഈ എല്ലാ ബാരിയേഴ്സും കൊമേഴ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കൊമേഴ്സിലൂടെയാണ് അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മെയിൻ കമ്പോണൻസ് ഓഫ് കൊമേഴ്സ് ആണ്. അപ്പോൾ കൊമേഴ്സിന് 2 മേജർ കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ട്രേഡും രണ്ടാമത്തത് എയ്ഡ്സ് ടു ട്രേഡും. അതായത് ട്രേഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു കൊമേഴ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നുള്ളൂ. എന്താണ് ട്രേഡ്, അതിൻ്റെ ടൈപ്സ് എന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ട്രേഡ് എന്നാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഗുഡ്സും സർവീസസും ബൈ ചെയ്യുകയോ സെൽ ചെയ്യുകയോ ചെയ്ത് എന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. അതായത്
നമ്മൾ ബൈയിങ് ഓഫ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, അതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് എന്താണ്? പ്രൊഡ്യൂസറിനെ കൺസ്യൂമറുമായി കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ട്രേഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ ട്രേഡ് ഉണ്ട്, രണ്ടാമത്തത് എക്സ്റ്റേണൽ ട്രേഡ്. അപ്പോൾ ഇന്റേണൽ ട്രേഡ് എന്താണ്? നമ്മുടെ കൺട്രിയിൽ തന്നെ നടക്കുന്ന ബൈയിങ് ഓർ സെല്ലിങ് ഓഫ് ഗുഡ്സിനെയാണ് എന്താ പറയുന്നത്? ഇന്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡ് എന്താണ്? നമ്മൾ വേറൊരു കൺട്രിയുമായിട്ട് നമ്മൾ ട്രേഡ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ട്രേഡ്. അപ്പോൾ ഇന്റേണൽ ട്രേഡ് 2 ടൈപ്സ് ഉണ്ട്, ഹോൾസെയിലും റീറ്റെയിലും. അപ്പോൾ ഹോൾസെയിൽ എന്താണ്? നമ്മൾ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് എന്താണ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യും? റീറ്റെയിലേഴ്സിന് അവർ സെല്ല് ചെയ്യും സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട്. ഇപ്പോൾ റീറ്റെയിലർ എന്താണ് ചെയ്യുന്നത്? അവർ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ എന്താണ് കൺസ്യൂമേഴ്സിന് അവർ ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുകയാണ് റീറ്റെയിലർ ചെയ്യുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡ് രണ്ട് കൺട്രീസിൽ തമ്മിൽ നടക്കുന്ന ട്രേഡ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ടൈപ്സ് ആണുള്ളത്: ഇമ്പോർട്ടും, എക്സ്പോർട്ടും, എൻട്രിപ്പോർട്ടും. അപ്പോൾ ഇമ്പോർട്ട് എന്താണ് ചെയ്യുന്നത്? വേറൊരു കൺട്രിയിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്, അത് ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്താണ്? നമ്മുടെ കൺട്രിയിലുള്ള ഗുഡ്സ് നമ്മൾ വേറൊരു കൺട്രിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. എൻട്രിപ്പോർട്ട്, അവിടെ ഇമ്പോർട്ട് ഫോർ റീ എക്സ്പോർട്ട് അല്ലേ. നമ്മൾ വേറൊരു കൺട്രിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇവിടെ ഇറക്കുന്നു നമ്മുടെ കൺട്രിയിലോട്ട്. എന്ത് ഉദ്ദേശത്തോടെ? റീ എക്സ്പോർട്ട്, അത് വേറൊരു കൺട്രിയിലോട്ട് വിൽക്കാൻ വേണ്ടി. എന്നിട്ട് അവർ അത് എന്ത് ചെയ്യും? നമ്മൾ റീ എക്സ്പോർട്ട് ചെയ്യും, വീണ്ടും നമ്മൾ വേറൊരു കൺട്രിയിലോട്ടുള്ള എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എൻട്രിപ്പോർട്ട്. നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്? ട്രേഡ് സ്മൂത്തായി നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നമുക്ക് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ വഴി ട്രേഡിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അവർ? നമുക്കും അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റൻസ് ബാരിയർ നമുക്ക് ഇല്ലാതാക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ മനസ്സിലാവും, അത് എവിടെയാണ് അവൈലബിൾ, അത് എങ്ങനെ നമുക്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ ഒരു പ്രൊഡ്യൂസറിന് ഒരു ഗുഡ്സ് വേണമെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ്, അത് എങ്ങനെ വാങ്ങിക്കാം, അതെങ്ങനെ നമുക്ക് അങ്ങനത്തെ ഉള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റ് വഴി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അടുത്തത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ് ആണ് അല്ലേ. ബാങ്കിങ് സർവീസ് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി തരുന്നു, നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് നൽകുന്നു. അപ്പോൾ ഒരു ഫിനാൻസിൽ നമുക്ക് എന്തെങ്കിലും ഉള്ള ലോസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫിനാൻസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് അവരെങ്ങനെ മറികടക്കാം? നമുക്ക് ലോൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് സുഗമമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ ഇൻഷുറൻസ് നമുക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ അല്ലേ. റിസ്ക് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവും. അപ്പോൾ ആ റിസ്ക് തന്നെ കുറയ്ക്കാൻ എന്താണ് നമ്മളെ ഇൻഷുറൻസ് സഹായിക്കുന്നു. പിന്നെ വെയർ ഹൗസിങ് അല്ലേ, നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആൾക്കാരുടെ ഡിമാൻഡ് ഉള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് അപ്പം തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു നമ്മൾ നേരത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ. പിന്നെ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് എന്താണ്? നമുക്ക് ആൾക്കാർക്ക് ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ അറിയിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു എന്താണ്? ഇൻഫർമേഷൻ എന്നുള്ള ബാരിയറാണ് അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിന് സഹായിക്കുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെയാണ് എന്താ പറയുന്നത്? എയ്ഡ്സ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൊമേഴ്സ് എന്താണെന്ന് ഒരു സമ്മറി നമുക്ക് നോക്കാം. അപ്പോൾ ട്രേഡ് എന്താണ്? നമ്മൾ ട്രേഡ് പറഞ്ഞു, ബൈയിങ് ഓർ സെല്ലിങ് ഓഫ് ഗുഡ്സിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ് എന്താണ്? ഈ ട്രേഡിനെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതാണ് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ്. അപ്പം എന്താണ് അത് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്, അഡ്വർടൈസ്മെന്റ്. അപ്പം ട്രേഡിന് എന്താണ്? 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. അപ്പം ഇന്റേണൽ ട്രേഡ് എന്താണ്? നമ്മുടെ കൺട്രിക്ക് അകത്ത് നടത്തുന്നതാണ്. എക്സ്റ്റേണൽ ട്രേഡ് കൺട്രിക്ക് വെളിയിൽ വേറെ 2 ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ നടത്തുന്ന ട്രേഡാണ്. പിന്നെ ഇന്റേണൽ ട്രേഡിനെ നമ്മൾ 2 ആയിട്ടുണ്ട്, ഹോൾസെയിലും റീറ്റെയിലും. അറിയാലോ. എക്സ്റ്റേണൽ ട്രേഡ് നമ്മൾ 3 ആയിട്ട്: ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് എൻട്രിപ്പോർട്ട്. അപ്പം നിങ്ങൾ ഈ 2 പോയിന്റ്സ് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇൻഡസ്ട്രി ക്രിയേറ്റ്സ് ഗുഡ്സ്, കൺസ്യൂമർ ഡിസ്ട്രിബ്യൂട്ട്സ് ഗുഡ്സ്. അപ്പോൾ ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാകില്ല, കൊമേഴ്സ് ഇല്ലെങ്കിൽ എന്താണ്? ഗുഡ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡസ്ട്രിയും കൊമേഴ്സും എക്കണോമിയുടെ 2 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ്സ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.